വെൽക്കം ഓൾ. അപ്പോൾ നമ്മളിനി നമ്മുടെ ഫോർത്ത് മൊഡ്യൂളിൻ്റെ അവസാനത്തെ ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്. LU ഫാക്ടറൈസേഷൻ. LU ഫാക്ടറൈസേഷൻ അല്ലെങ്കിൽ LU ഡീകമ്പോസിഷൻ എന്നും പറയാറുണ്ട്. അപ്പോൾ അതിലെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ് ലോവർ ട്രയാങ്കുലർ മെട്രിക്സ്. നിങ്ങൾക്കറിയാം, എ മെട്രിക്സ് ഇൻ വിച്ച് ഓൾ ദ എൻട്രീസ് എബോവ് ദ മെയിൻ ഡയഗണൽ ആർ കോൾഡ് R0. ഒരു മെട്രിക്സിൻ്റെ മെയിൻ ഡയഗണലിൻ്റെ മേലെയുള്ള, മെയിൻ ഡയഗണൽ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ ഡയഗണലിനെയാണ് നമ്മുടെ പ്രിൻസിപ്പൽ ഡയഗണൽ അല്ലെ മെയിൻ ഡയഗണൽ എന്ന് പറയാം. മെയിൻ അല്ലാത്തൊരു ഡയഗണലിലൂടെ ഉണ്ട്, ഈ ഡയഗണലാണത്. അതിനെ പിന്നെ നമുക്ക് വലിയ പ്രാധാന്യമില്ല. അപ്പോൾ ഒരു സ്ക്വയർ മെട്രിക്സിൻ്റെ പ്രിൻസിപ്പൽ ഡയഗണലിൻ്റെ മേലെയുള്ള എല്ലാ നമ്പേഴ്സും 0 ആണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ലോവർ ട്രയാങ്കുലർ മെട്രിക്സ്. അതായത് ആ ഡയഗണലിൻ്റെ താഴെയെല്ലാം, ആ ഡയഗണലും അതിൻ്റെ താഴെയുള്ളതെല്ലാം നോൺ സീറോ ആയിരിക്കും. അത്തരം മെട്രിക്സുകളെയാണ് നമ്മൾ ലോവർ ട്രയാങ്കുലർ മെട്രിക്സസ് എന്ന് പറയുന്നത്. അതേപോലെ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ്, എ മെട്രിക്സ് ഇൻ വിച്ച് ഓൾ ദ എൻട്രീസ് ബിലോ ദ മെയിൻ ഡയഗണൽ ആർ 0. മെയിൻ ഡയഗണലിൻ്റെ താഴെയുള്ള എൻട്രീസ് എല്ലാം 0 ആയിട്ടുള്ള മെട്രിക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഒരു ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ? എ സ്ക്വയർ മെട്രിക്സ് which is either a lower triangular matrix or an upper triangle is known as is called a triangular matrix. ഇതിനെയാണ് നമ്മൾ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയാം. ഇപ്പോൾ ഒരു സ്ക്വയർ മെട്രിക്സ് ഒന്നുകിൽ അപ്പർ ട്രയാങ്കുലർ അല്ലെങ്കിൽ ലോവർ ട്രയാങ്കുലർ ആണെങ്കിൽ അതിനെ നമ്മൾ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയും. മേലെ പറഞ്ഞത് രണ്ടും എന്താണ്? ട്രയാങ്കുലർ മെട്രിക്സസ് ആണ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി എന്താണ് ഒരു മെട്രിക്സിൻ്റെ LU ഫാക്ടറൈസേഷൻ അല്ലെങ്കിൽ LU ഡീകമ്പോസിഷൻ എന്നാണ് പറയുന്നത്. Let capital A be an n by n matrix. Capital A ഒരു n by n matrix ആണ്. If capital A can be written as a product A is equal to L into U, where L is a lower triangular matrix and U is an upper triangular matrix. ഈ രീതിയിൽ നിങ്ങൾക്ക് A എന്ന് പറയുന്ന ഒരു മെട്രിക്സിനെ ഒരു ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് ഇൻറ്റു, ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടാവും ട്രയാങ്കിൾ, ഇവിടെ 0. അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ്, അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ നോൺ സീറോ, താഴെയെല്ലാം 0. ഈ രീതിയിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റിയാൽ, അതായത് എ എന്ന് പറയുന്ന മെട്രിക്സിനെ നിങ്ങൾ ഒരു ലോവർ ട്രയാങ്കുലർ മെട്രിക്സിൻ്റെ ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സിന് എഴുതാൻ നിങ്ങൾക്ക് പറ്റിയാൽ നമ്മൾ പറയും ഈ എഴുതിയ രൂപത്തെ, അതായത് എ ഇസ് ഈക്വൽ ടു LU എന്ന് നിങ്ങൾ റെപ്രസെൻറ്റ് ചെയ്തല്ലോ, ദിസ് ഇസ് നോൺ ആസ് ദി LU ഫാക്ടറൈസേഷൻ ഓഫ് എ. ഫാക്ടറൈസേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, സാധാരണ നമ്മൾ നമ്പറുകളെയൊക്കെ ഫാക്ടറൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ 10നെ നമ്മൾ 2 × 5 എന്ന് ഫാക്ടറൈസ് ചെയ്ത് എഴുതും. അതുപോലെ എ എന്ന് പറയുന്ന മെട്രിക്സിനെ ഒരു ലോവർ ട്രയാങ്കുലർ മെട്രിക്സിൻ്റെ ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? LU ഫാക്ടറൈസേഷൻ അല്ലെങ്കിൽ LU ഡീകമ്പോസിഷൻ എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ LU ഡീകമ്പോസിഷൻ. അപ്പോൾ ഞാൻ നേരത്തെ നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ ഒരിക്കലും ഇതൊരു ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാനൊന്നും പറ്റില്ല, അല്ലേ? ഒരു ലോവർ ട്രയാങ്കുലർ മാട്രിക്സ് കണ്ടുപിടിച്ചു, പിന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അപ്പർ ട്രയാങ്കുലർ മാട്രിക്സ് കണ്ടുപിടിക്കുന്നു, ഇത് രണ്ടും കൂടെ ഗുണിച്ചാൽ A കിട്ടുന്നു. ആ രീതിയിലൊരു ട്രയൽ ആൻഡ് എറർ മെത്തേഡൊന്നും നമുക്ക് പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതിന് കുറച്ച് മെത്തേഡുകളുണ്ട്. ജനറലായിട്ട് ഒരു 4 മെത്തേഡുകളാണ് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ളത്. അതിൽ ഏറ്റവും എളുപ്പമുള്ളതും വളരെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു മെത്തേഡാണ് ഡൂലിറ്റിൽ മെത്തേഡ്. ഡൂലിറ്റിൽ മെത്തേഡ് അല്ലെങ്കിൽ ഡൂലിറ്റിൽ അൽഗോരിതം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ മെത്തേഡ് എങ്ങനെയാണെന്ന് ആദ്യം ഞാനൊന്ന് പറയാം. വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. അതായത് നിങ്ങൾക്ക് കിട്ടിയ മെട്രിക്സ്, നമ്മളിവിടെ എടുത്തത് മുഴുവൻ ഒരു 3x3 മെട്രിക്സ് ആണ് കേട്ടോ. കാരണം 2x2 മെട്രിക്സിന് നമുക്ക് അങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നതിലൊക്കെ വലിയ എന്താ പറയുക, ആകെ ഒരു 0 ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 3x3 മെട്രിക്സ് ആണ് ഇവിടെ കൂടുതൽ കൺസിഡർ ചെയ്യുന്നത്. 3x3ൻ്റെയും അതിൻ്റെ മുകളിലോട്ട് ഓർഡറുള്ള എല്ലാ മെട്രിക്സും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം. എനിവേ ഞാനിവിടെ നമുക്കിവിടെ ടെക്സ്റ്റ് ബുക്കിൽ ചെയ്യാനുള്ളതും അതുപോലെ തന്നെ കൂടുതലായിട്ട് പരീക്ഷയ്ക്ക് വരാനുള്ളതും ഒക്കെ 3x3 ആണ്. നമുക്കൊരു കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു മെട്രിക്സ് 3x3 ആണ്. അപ്പോൾ ഒരു 3x3 മെട്രിക്സ് എടുത്തു. ഇതാണ് നിങ്ങളുടെ എ. ഇതിനെയാണ് നിങ്ങൾക്കിപ്പോൾ എന്ത് ചെയ്യേണ്ടത്? LU ഡീകമ്പോസിഷൻ അല്ലെങ്കിൽ LU ഫാക്ടറൈസേഷൻ ചെയ്യേണ്ടതെന്ന് വിചാരിക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ മെട്രിക്സിനെ ഈ ഒരു ഫോമിൽ അങ്ങ് എഴുതി വെക്കും. എങ്ങനെ എഴുതി വെക്കും? L11 0 0 അല്ലെ, ലോവർ ട്രയാങ്കുലർ മെട്രിക്സ്. L21 L22 0, L31 L33 L32 L33. ഇതൊന്നും നമ്പേഴ്സ് അല്ല കേട്ടോ, ഇത് തന്നെ എഴുതുക. L11 അങ്ങനെ തന്നെ എഴുതുക. ഇവിടെ നമ്പേഴ്സ് ഉണ്ടാവും. ഇവിടെ നമുക്ക് 2 5 7 0 -1 അങ്ങനെയൊക്കെയുള്ള നമ്പേഴ്സ് ആയിരിക്കും ഇവിടെ.
ഇവിടെ നമ്മൾ L11 L22 0 അങ്ങനെ തന്നെ എഴുതുക. സിമിലർലി അപ്പർ ട്രയാങ്കുലർ മാട്രിക്സ് ആയിട്ട് നമ്മൾ എന്ത് എഴുതി? ജനറൽ ആയിട്ടൊരു U11 U12 U13 0 U22 U23 0 0 U33 ഇങ്ങനെ എഴുതി വെച്ചു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ചൂസ് ഓൾ എൻട്രീസ് ഇൻ ദ മെയിൻ ഡയഗണൽ ഓഫ് L. ഇതൊന്ന് നന്നായിട്ട് ശ്രദ്ധിക്കണം. L മെട്രിക്സിൻ്റെ നമ്മുടെ ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് ആയിട്ട് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ മെയിൻ ഡയഗണൽ മുഴുവൻ 1 ആക്കി അങ്ങ് എടുക്കുക. അതിൻ്റെ മെയിൻ ഡയഗണൽ എൻട്രീസ് ഏതൊക്കെയാണ്? L11 L22 L33 ആണ്. ഇതിനെ മൂന്നിനെ അങ്ങ് 1 ആക്കി തീരുമാനിച്ചേക്കുക. അപ്പോൾ എന്ത് ചെയ്യണം? ഇപ്പോൾ തൊട്ട് മുകളിൽ എഴുതി വെച്ചിടത്ത് എന്ത് ചെയ്യണം? ഈ ഇതൊക്കെ അങ്ങ് മാറ്റി L11 പകരം 1 ഇടണം, L22 പകരം 1 ഇടണം, L33 പകരം 1 ഇടണം, ബാക്കി ഒന്നും മാറ്റരുത്. ശേഷം ഇപ്പോൾ നിങ്ങൾക്ക് ഒരു Lഉം Uവും കിട്ടി. യുവിൻ്റെ അകത്ത് മുഴുവൻ അല്ലേ, നമുക്ക് യുവിൻ്റെ അകത്ത് എത്ര എൻട്രീസ് ഉണ്ട് അറിയാത്തതായിട്ട്? 3ഉം 3ഉം 6 എൻട്രീസ് അറിയില്ല. അതുപോലെ ഇപ്പം എല്ലിനകത്ത് എത്ര എൻട്രീസ് അറിയില്ല? 1 2 3 എൻട്രീസേ നമുക്ക് അറിയാത്തതുള്ളൂ, ബാക്കിയൊക്കെ വാല്യൂസ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ 6 3 9 എൻട്രീസ് അറിയില്ല കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത്? L ഇൻറ്റു യു കണ്ടുപിടിക്കുക. ഫൈൻഡ് ദ പ്രോഡക്റ്റ് L ഇൻറ്റു യു. അപ്പോൾ നിങ്ങൾക്ക് കുറേ എൻട്രീസ് കിട്ടും. അതായത് എൻ്റെ സ്ഥാനത്ത് ഇവിടെ കുറേ നമ്പേഴ്സ് കിട്ടും. L ഇൻറ്റു യു ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഇക്വേഷൻസ് കിട്ടും. U11ഉം അങ്ങനെയൊക്കെയുള്ള കുറച്ച് U11ഉം അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഇക്വേഷൻസ് കിട്ടും. ആ ഓരോ കറസ്പോണ്ടിങ് ഇക്വേഷൻസും ഇങ്ങനെ എടുക്കുക, അതിനെ ബാക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ ചെയ്യുമ്പോൾ മനസ്സിലാവും. എന്നിട്ട് നിങ്ങൾക്ക് അതിൻ്റെ U11ഉം അതുപോലെ ഇതൊക്കെ ആ 9 നമ്പേഴ്സ്, നമുക്ക് അറിയാത്ത 9 നമ്പേഴ്സ് ഉണ്ടല്ലോ, U11 U12 U13 U22 U23 U33 അതുപോലെ L21 L31 L32 ഇത് മൂന്നും കിട്ടും. ഈ 9 എണ്ണവും കിട്ടും. അത് കിട്ടിയ Lഉം U ആയി. അപ്പോൾ വളരെ സിമ്പിളാണ് അൽഗോരിതം. ആദ്യം L ഇൻറ്റു യു ഫോമിൽ എഴുതുന്നു, Lൻ്റെ മെയിൻ ഡയഗണൽസ് 1 എന്നാക്കുന്നു, പ്രോഡക്റ്റ് കാണുന്നു, പ്രോഡക്റ്റ് കണ്ട് ഇക്വേഷൻസ് ഉണ്ടാക്കിയെടുക്കുന്നു. 9 ഇക്വേഷൻ കിട്ടും നിങ്ങൾക്ക്. ആ 9 ഇക്വേഷൻസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ കണ്ടുപിടിക്കാൻ പറ്റും. അത് ഓരോന്നും കാണാൻ പറ്റും. നമുക്ക് വളരെ എളുപ്പത്തിലൊരു ഡൂലിറ്റിൽ അൽഗോരിതത്തിൻ്റെ പ്രോബ്ലം ചെയ്ത് നോക്കാം. ഫൈൻഡ് LU ഫാക്ടറൈസേഷൻ ഓഫ് ദ മെട്രിക്സ് ക്യാപിറ്റൽ A is equal to 1 2 3 2 3 4 4 3 1 3 4 1 യൂസിങ് ഡൂലിറ്റിൽ മെത്തേഡ്. അപ്പോൾ നിങ്ങളോട് ഏത് മെത്തേഡാണോ പറഞ്ഞത് ആ മെത്തേഡ് അനുസരിച്ച് തന്നെ ചെയ്യണം. ഇനി ഒരു മെത്തേഡും പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്തെഴുതി? തന്നിരിക്കുന്ന മെട്രിക്സ് എടുത്തെഴുതി. എന്നിട്ട് ഓർമ്മയുണ്ടാവണം, L11 പകരം 1, L22 പകരം 1, L33 പകരം 1, ബാക്കിയെല്ലാം അവരവരുടെ L21 L31 L32 അതുപോലെ U11 U12 U13 U22 U23 U33 ഇതൊക്കെ എഴുതി. അതായത് ഒരു ലോവർ ട്രയാങ്കുലർ മാട്രിക്സും ഒരു അപ്പർ ട്രയാങ്കുലർ മാട്രിക്സും എഴുതി വെച്ചു. ശേഷം നമ്മളതിൻ്റെ പ്രോഡക്റ്റ് കാണുകയാണ്. പ്രോഡക്റ്റ് കാണുമ്പോൾ എന്തായിരുന്നു? ആദ്യം റോ ഇൻറ്റു കോളം അല്ലേ. അതായത് ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് 1 ഇൻറ്റു U11 പ്ലസ് 0 ഇൻറ്റു 0 പ്ലസ് 0 ഇൻറ്റു 0. അപ്പോൾ U11 കിട്ടും. അടുത്തതോ 1 ഇൻറ്റു U12 0 ഇൻറ്റു U22 0 ഇൻറ്റു U20. അപ്പോൾ 1 ഇൻറ്റു U12 കിട്ടും. അടുത്തതോ 1 ഇൻറ്റു U13 0 0 വരും. അപ്പോൾ U13 കിട്ടും. നമ്മൾ ഈ 1 ആക്കിയതിൻ്റെ മെയിൻ ഉദ്ദേശം ഇതായിരുന്നു. ഇവിടെയുള്ള ആൾക്കാരൊക്കെ സിംഗിൾ നമ്പേഴ്സായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നാൽ നമുക്ക് കമ്പാരിസൺ എളുപ്പമാണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനും ഒക്കെ എളുപ്പമാണ്. അടുത്തതായിട്ട് എന്ത് ചെയ്യുന്നു? അടുത്ത സെക്കൻഡ് റോ ഇൻറ്റു ഓരോ കോളവും മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ. L21 ഇൻറ്റു U11 L21 U11 പ്ലസ് 1 ഇൻറ്റു 0 പ്ലസ് 0 ഇൻറ്റു 0, അതായത് L21 ഇൻറ്റു U11. അടുത്തതോ L21 ഇൻറ്റു U12 ഇൻറ്റു 1 ഇൻറ്റു U22 പ്ലസ് 0 ഇൻറ്റു 0, ദാറ്റ് ഈസ് L21 ഇൻറ്റു U12 പ്ലസ് U22. അടുത്തത് L21 ഇൻറ്റു U13 1 ഇൻറ്റു U23 0 ഇൻറ്റു U33, ദാറ്റ് മീൻസ് L21 ഇൻറ്റു U13 പ്ലസ് U23. അതുപോലെ മൂന്നാമത്തെ റോയും നമ്മൾ എന്ത് ചെയ്യുന്നു? ഇയാളായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇയാളായിട്ടല്ല, 3 കോളംസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ശേഷം ഇതേപോലെ നമുക്ക് കിട്ടും. ഇനി നമുക്ക് കമ്പാരിസൺ ആണ്. അതായത് U11ൻ്റെ സ്ഥാനത്ത് ഓരോരുത്തരുടെയും സ്ഥാനം അങ്ങ് നോക്കി ആ സ്ഥാനത്തുള്ളവരെ കണ്ടുപിടിച്ചാൽ മതി. U11ൻ്റെ സ്ഥാനത്ത് 1 ആണ്, അപ്പോൾ U11 1 ആണ് കിട്ടി. U12ൻ്റെ സ്ഥാനത്ത് 2 ആണ് കിട്ടി. U13യുടെ സ്ഥാനത്ത് 3 ആണ് കിട്ടി. ഇനി L21 ഇൻറ്റു U11ൻ്റെ സ്ഥാനത്ത് 2 ആണ്, ഇതിൻ്റെ സ്ഥാനത്ത് 3 ആണ്, ഇയാളുടെ പ്ലേസിൽ 4 ആണ്. ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവരെല്ലാവരെയും കൂടെ ചേർത്ത് ഇക്വേഷൻസ് എഴുതി വെക്കുന്നു. ഓരോരുത്തർക്കും ഓരോ ഇക്വേഷൻസ് വീതം.
അല്ലേ? ഇതൊക്കെ ഓരോരുത്തരെയും റെപ്രസെൻ്റ് ചെയ്യുന്ന ഓരോ പൊസിഷനിലെയും ഓരോ ലെറ്റേഴ്സിനെയും നമ്പേഴ്സിനെയും കമ്പയർ ചെയ്ത് നമുക്ക് 9 ഇക്വേഷൻസ് കിട്ടും. ആ 9 ഇക്വേഷൻസും എന്ത് ചെയ്യുക? സോൾവ് ചെയ്യുക. ആ സോൾവ് ചെയ്യാൻ നിങ്ങൾ വേറെ മെത്തേഡുകളിലേക്കൊന്നും പോകണ്ട, ഡയറക്റ്റ് ഇങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് വന്നാൽ മതി. അപ്പോൾ U11 കിട്ടി, അതൊക്കെ ഡയറക്റ്റ് തന്നെ ഉണ്ട്. U11, U12, U13 ഇത് മൂന്നും നമ്മുടെ കയ്യിലുണ്ട്. ഇനി ഈ ഇക്വേഷൻ നിന്ന് തുടങ്ങാം. L21 ഇൻറ്റു U11 2 ആണ്. അപ്പോൾ L21 ഇൻറ്റു U11 2 ആണ്, പക്ഷേ U11 1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? L21 ഇൻറ്റു 1 ഈക്വൽ ടു 2, therefore L21 ഈക്വൽ ടു 2. ഇനി അടുത്ത ഇക്വേഷനോ L21 ഇൻറ്റു, അപ്പോൾ L21 കിട്ടി, U11 കിട്ടി. അപ്പോൾ L21 ഇൻറ്റു U12 പ്ലസ് U22 ഈക്വൽ ടു 3 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ L21 ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചത് 2 ആണ്. U12 ഓൾറെഡി നമുക്കറിയാം അത് 2 ആണ്. അപ്പോൾ 2 ഇൻറ്റു 2 4 ആണ്. 4 പ്ലസ് U22 3 ആണ്. അങ്ങനെയാണെങ്കിൽ U22 ഈക്വൽ ടു 4 മൈനസ് 3 വിച്ച് ഇസ് ഈക്വൽ ടു -1. അങ്ങനെ ഓരോ ഇക്വേഷനിലും കൊടുത്ത് ഇവരെല്ലാവരെയും കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് വേണ്ട, ഞാൻ അവിടെ വിട്ടുപോയ എല്ലാവരും നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലിൻ്റെ പൊസിഷനിൽ 110, L21ൻ്റെ പൊസിഷനിൽ 2 വന്നിട്ടുണ്ട്, ബാക്കി 100 ആണ്, ഞാൻ 110 എന്ന് വായിച്ചു പോയി. അതുപോലെ L31ൻ്റെ പൊസിഷനിൽ ആ നമ്പർ 3 ആണ്, L32ൻ്റെ പൊസിഷനിൽ 2 ആണ്, അത് കിട്ടി. അപ്പോൾ L എന്ന് പറഞ്ഞ മാട്രിക്സിനെ കണ്ടുപിടിച്ചു. അതുപോലെ യുവിൻ്റെ ഓരോ എൻട്രീസ് U11, U12, U13 ഓൾറെഡി കിട്ടിയതാണ്. പിന്നെ U22, U23 നമ്മൾ കണ്ടുപിടിച്ചു, അത് എഴുതി വെച്ചു. U33 എഴുതി വെച്ചു. ദാറ്റ്സ് വി ഗെറ്റ്. അപ്പോൾ ഈ മാട്രിക്സിൻ്റെ LU ഡീകമ്പോസിഷൻ ആയല്ലോ. അതായത് തന്നിരിക്കുന്ന മാട്രിക്സ് ഈക്വൽ ടു L ഇൻറ്റു U. അപ്പോൾ ഇതാണ് ഡൂലിറ്റൽ അൽഗോരിതം. വളരെ എളുപ്പമുള്ളൊരു അൽഗോരിതമാണ്. ഇത് വെച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് രണ്ടാമത്തെ മെത്തേഡാണ്. അതായത് LU ഡീകമ്പോസിഷൻ കണ്ടുപിടിക്കാനുള്ള രണ്ടാമത്തെ മെത്തേഡാണ് ഗോഷ്യൻ എലിമിനേഷൻ മെത്തേഡ്. ഗോഷ്യൻ അപ്പം ഡൂലിറ്റൽ അൽഗോരിതം ചെയ്യുമ്പോഴുള്ള പ്രയാസം എന്താണ്? അതിനകത്ത് ഒരുപാട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം, റീസബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യണം, ഇക്വേഷൻ സോൾവ് ചെയ്തെടുക്കണം. പ്രയാസമൊന്നുമില്ല, എന്നാലും ചെയ്യണം. എന്നാൽ ഈ മൾട്ടിപ്ലിക്കേഷൻ്റെ അളവ് ഇത്തിരി കുറച്ചിട്ടുള്ള ഒരു മെത്തേഡാണ് ഗോഷ്യൻ എലിമിനേഷൻ മെത്തേഡ്. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സിൽ നിന്ന് തന്നെയാണ് നമ്മളെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത്. തന്നിരിക്കുന്ന A എന്ന് പറഞ്ഞൊരു മെട്രിക്സ് എടുത്തു. അതായത് A11, A12, A13, A21, A22, A23, A31, A32, A33 നിങ്ങളുടെ സാധാരണ A എന്ന് പറയുന്ന മെട്രിക്സ്. രണ്ടാമത്തെ സ്റ്റെപ്പ് ഞാൻ പറയുന്നത് നോക്കുക. ഡു ദ ഫോളോയിങ് റോ ട്രാൻസ്ഫോർമേഷൻ. ഇനി ഈ മെട്രിക്സിനകത്ത് നിങ്ങളൊരു 2 റോ ട്രാൻസ്ഫോർമേഷൻ നടത്തണം. അതായത് നമുക്ക് വേണ്ട ഉദ്ദേശം എത്രയേ ഉള്ളൂ, ഈ A12ൻ്റെ പൊസിഷൻ 0 ആക്കുക, A31ൻ്റെ പൊസിഷൻ 0 ആക്കുക. അപ്പോൾ എന്താ, A21ൻ്റെ പൊസിഷനും A31ൻ്റെ പൊസിഷനും 0 ആക്കുക. അത് യൂസിങ് R1 ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? R2 മൈനസ് R2 പ്ലസ് സം നമ്പർ ഇൻറ്റു R1 അല്ലേ? R1ൻ്റെ അവിടെ അപ്പോൾ 5 ആണ് എങ്കിൽ -5 അല്ലേ? സോറി, അങ്ങനെയല്ല, അതിനനുസരിച്ച് നമ്മൾ ചെയ്യും. അവിടെ 0 ആക്കുക, നമ്മൾ എപ്പോഴും ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ഇവിടെ താഴെ 0 ആക്കണമെങ്കിൽ എന്താ ചെയ്യുന്നത്? R3 ചേഞ്ചസ് R3 പ്ലസ് സം നമ്പർ ഇൻറ്റു R1 യൂസിങ് R1 തന്നെ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ രണ്ടും 0 ആക്കി കിട്ടി. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ ഇവിടെ ഒരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടാവുമല്ലോ, ആ നമ്പറുകളെയാണ് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കേണ്ടത്. ഫസ്റ്റ് നമ്പർ M21, അടുത്തതായിട്ട് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത നമ്പർ M31. അതുകൊണ്ട് അതിനെ മൾട്ടിപ്ലയർ എന്ന് വിളിക്കുന്നതുകൊണ്ടാണ് കേട്ടോ M എന്നുള്ള പേര് കൊടുത്തത്. അപ്പോൾ നിങ്ങൾ 21th പൊസിഷൻ 0 ആക്കാൻ വേണ്ടി മൾട്ടിപ്ലൈ ചെയ്ത നമ്പർ M21, 31th പൊസിഷൻ 0 ആക്കാൻ വേണ്ടി മൾട്ടിപ്ലൈ ചെയ്ത നമ്പർ M31. അത് മറക്കാതെ ഓർമ്മിച്ച് വെച്ചേക്കണം. ഇനി അത് കഴിഞ്ഞ് അപ്പോൾ നമുക്ക് നിങ്ങളുടെ മെട്രിക്സ് ഈ രൂപത്തിലായിട്ടുണ്ടാവും. ഫസ്റ്റ് റോയ്ക്ക് മാറ്റമില്ല, സെക്കൻഡ് റോയിനെ നിങ്ങൾ ഏതാണ്ടൊക്കെയോ ചെയ്ത് ഇവിടെ 0 ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ മാറിയിട്ടുണ്ടാവും. അതായത് 22th പൊസിഷനിലും 23rd പൊസിഷനിലും അതേപോലെ 32th പൊസിഷനിലും 33rd പൊസിഷനിലും ഒക്കെയുള്ള നമ്പർ മാറിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ അവിടെ ഡാഷ് ഇട്ടത്. സിമിലർലി അത് കഴിഞ്ഞ് നിങ്ങൾ മൂന്നാമതൊരു ഓപ്പറേഷനും കൂടെ ചെയ്യണം. എപ്പോഴും ചെയ്യുന്ന പോലെ ഇത് 0 ആക്കുക. നമ്മൾ ഗോഷ്യൻ എലിമിനേഷൻ പണ്ടേ ചെയ്തതാണ്. അതിൽ ചെയ്യുന്ന പോലെ ഇവിടെ 0 ആക്കുക. ഇവിടെ 0 ആക്കാൻ ഉപയോഗിക്കേണ്ടത് R1 ഉപയോഗിച്ചല്ല. R1 ഉപയോഗിച്ച് ആക്കിയാൽ ഇവിടെ 0 ആവില്ല, കാരണം ഈ 0 പോയി പോകും. അപ്പോൾ നമ്മൾ R2 ഉപയോഗിച്ച് ചെയ്യണം. അതായത് R3 ചേഞ്ചസ് R3 പ്ലസ് സം M32. ഇത് 32th പൊസിഷൻ ആണല്ലോ. ഈ പൊസിഷനിൽ സം R2 ഇൻറ്റു R2 വെച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെയും 0 ആക്കും.
അപ്പോൾ നിങ്ങളുടെ മെട്രിക്സ് ഏതാണ്ട് ഈ രൂപത്തിലായി നിൽക്കും അവസാനം. അതായത് A11 A12 A13 A22 ഡാഷ് A23 ഡാഷ്. വീണ്ടും നമുക്കിവിടെ A33 ഡാഷ് ആയിരുന്നു, അവിടെ വീണ്ടും എന്തൊക്കെയോ ചെയ്ത് ഇവിടെ നിങ്ങൾ 0 ആക്കിയല്ലോ, ഇവിടെ 0 ആക്കിയല്ലോ. അപ്പോൾ ഇവിടെ വരുന്ന നമ്പർ നമുക്ക് A33 ഡാഷ് എന്ന് പറയാം. ആ ഡാഷുകളിലൊന്നും വലിയ കാര്യമില്ല, ചെയ്ത ഓപ്പറേഷൻസിനാണ് പ്രാധാന്യം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 3 നമ്പേഴ്സ് ആ ഓപ്പറേഷൻ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു മെട്രിക്സും കിട്ടിയിട്ടുണ്ടാവും, അതിനൊപ്പം 3 നമ്പേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ നമ്പേഴ്സ്? ഒന്ന് M21, അടുത്ത നമ്പർ M31, അടുത്ത നമ്പർ M32. ഈ 3 നമ്പേഴ്സും ഈ മെട്രിക്സും മാത്രം മതി നമുക്ക്. ഈ മെട്രിക്സ് ആണ് നിങ്ങളുടെ ഏത്? ഇതൊരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണല്ലോ, സോറി ഇതൊരു ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് ആണല്ലോ. അതുകൊണ്ട് ദിസ് ഈസ് എൻ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ്, ദിസ് ഈസ് യുവർ യു. ഈ തന്നിരിക്കുന്ന മെട്രിക്സ് ആണ് നിങ്ങളുടെ യു. യു കിട്ടി ഒറ്റയടിക്ക്. ഇനി എല്ല് കാണാൻ അതിലേറെ എളുപ്പമാണ്. എല്ല് കാണാനുള്ള ഒരു മെത്തേഡ് ഇവിടെ പറഞ്ഞിരിക്കുന്നു, നോക്കൂ. എല്ല് കാണാൻ ഒരു പാടുമില്ല. L is equal to 100. നിങ്ങൾ നേരത്തെ കണ്ടുപിടിച്ചിട്ട് M21 ഉണ്ടല്ലോ, അതിൻ്റെ നെഗറ്റീവ് എടുത്ത് ഇവിടെ എഴുതുക 10. പിന്നെ നിങ്ങൾ കണ്ടുപിടിച്ച M31 ഉണ്ട്, അതിൻ്റെ നെഗറ്റീവ് നിങ്ങൾ നേരത്തെ കണ്ടുപിടിച്ച M32 ഉണ്ട്, അതിൻ്റെ നെഗറ്റീവ് 1. ഇതായിരിക്കും നിങ്ങളുടെ L. അപ്പോൾ എല്ലും യു ഒറ്റയടിക്ക് കിട്ടി. ഇത് കുറച്ചുകൂടെ എളുപ്പമുള്ളൊരു മെത്തേഡാണ് നേരത്തേതിനേക്കാളും. അപ്പോൾ ഫാക്ടറൈസേഷൻ കിട്ടി. അപ്പോൾ എങ്ങനെയാണ് നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പോൾ അത് വേഗം മനസ്സിലാവും, പ്രോബ്ലം ചെയ്യുമ്പോൾ വേഗം കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ ഒന്നാമത്തെ പ്രോബ്ലം ഇതാണ്. ഇതിനെ നമുക്ക് ഇതിപ്പോൾ മെത്തേഡ് അവിടെ നിന്ന് പറഞ്ഞതാണ് കേട്ടോ. ഫോർ എക്സാമ്പിൾ ഇവിടെ മുതൽ എഴുതിയാൽ മതി. A is equal to 1 2 3 2 3 4 3 4 1. നേരത്തെ സാധനം തന്നെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഇവിടെ 0 ആക്കണം അല്ലേ. അതായത് ഈ പൊസിഷനും 0 ആക്കണം. അപ്പോൾ ഇവിടെ 0 ആക്കണം. എന്താ ചെയ്യൽ? നമ്മൾ സാധാരണ ആലോചിച്ച് നോക്കാം. R1 ഉപയോഗിച്ച് 0 ആക്കണം, ഇത് 0 ആക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? R1 ഉപയോഗിച്ച് 0 ആക്കണം. അപ്പോൾ ഇവിടെ 2ന്ന് എന്ത് മൈനസ് ചെയ്താലാണ് 0 ആവുക? 2 മൈനസ് ചെയ്യണം. അതായത് ഇവിടെ 1 ആണ്, 1ൻ്റെ എത്ര ടൈംസ് മൈനസ് ചെയ്താലാണ് 2 ആവുക? 2 ടൈംസ് അല്ലേ. അപ്പോൾ നമ്മൾ R2 ചേഞ്ചസ് R2 പ്ലസ് -2 R1. R1ൻ്റെ -2 ടൈംസ് ആഡ് ചെയ്യും. അപ്പോഴാണ് ഇവിടെ 0 ആയി പോവുക. അപ്പോൾ നമ്മൾ സാധാരണ പോലെ അതങ്ങ് ചെയ്യും. അതായത് ആദ്യം 2 പ്ലസ് -2 ടൈംസ് 1, അതായത് 2 പ്ലസ് -2 ടൈംസ് 1 0. അടുത്ത 3 പ്ലസ് -2 ടൈംസ് 2, -2 ടൈംസ് 2 is -4, 3 പ്ലസ് -4 is -1. 4 പ്ലസ് -2 ടൈംസ് 3, 4 പ്ലസ് -2 ടൈംസ് 3, that is 4 പ്ലസ് -6 which is equal to -2. അത് ഏതാണ്ട് കഴിഞ്ഞു. അതേപോലെ ഇനി ഇവിടെ 0 ആക്കണം. ഇവിടെ 0 ആക്കണമെങ്കിൽ R3യിൽ നിന്ന് എന്ത് മൈനസ് ചെയ്താൽ മതി? R3യിൽ നിന്ന് എന്ത് മൈനസ് ചെയ്താൽ മതി? 3 ടൈംസ് R1 മൈനസ് ചെയ്താൽ മതി. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ റൂൾ എഴുതുമ്പോൾ ഇവിടെ പ്ലസ് ഇട്ടാണ് എഴുതിയത്. അതുകൊണ്ട് -3 ടൈംസ് R1 മൈനസ് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു എന്ന് ആലോചിച്ചാലും മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? തേർഡ് റോയോട് കൂടി ഫസ്റ്റ് റോയുടെ -3 ടൈംസ് ആഡ് ചെയ്യുന്നു. അപ്പോൾ എന്താ വരിക? 3 പ്ലസ് -3 ടൈംസ് 1 0. 4 പ്ലസ് -3 ടൈംസ് 2, 4 പ്ലസ് -3 ടൈംസ് 2 is -6, 4 പ്ലസ് -6 is -2. 1 പ്ലസ് -3 ടൈംസ് 3, -3 ടൈംസ് 3 is -9, 1 പ്ലസ് -9 is -8. അപ്പോൾ അതും കിട്ടി. അപ്പോൾ നമുക്ക് കിട്ടിയ നമ്പേഴ്സിനെ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചോളൂ. ഇതാണ് നിങ്ങളുടെ 3-1th പൊസിഷൻ, സോറി 2-1th പൊസിഷനിലെ ആളാണല്ലോ, മൾട്ടിപ്ലെയർ ആണല്ലോ. അതുകൊണ്ട് M21 is -2. അതുപോലെ ഈ പൊസിഷൻ 0 ആക്കാൻ വേണ്ടി നിങ്ങൾ കൂട്ടുപിടിച്ച ആളാണ് -3. സോ M31 is -3. ഇനി ഒറ്റ പണിയും കൂടെ ഉണ്ട്. ഈ തേർഡ് റോയിൽ ഇവിടെയും കൂടെ 0 വരുത്തിക്കണം അല്ലേ. ഇവിടെയും കൂടെ 0 വരുത്തിച്ചാൽ നമ്മുടെ പണി കഴിഞ്ഞു. അതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടത് ആരെയാണ്? ആ സെക്കൻഡ് റോ ഉപയോഗിച്ചാൽ ചെയ്യാം. അപ്പോൾ 1 2 3ക്ക് മാറ്റമില്ല, സെക്കൻഡ് റോയ്ക്ക് മാറ്റമില്ല. തേർഡ് റോ എന്ത് ചെയ്യണം? 0 ആക്കണം. ഇവിടെ 0 ആക്കണം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 0 -2 ആണ് അല്ലേ. അപ്പോൾ -1ൻ്റെ 2 ടൈംസ് മൈനസ് ചെയ്താൽ ഈ -1ൻ്റെ 2 ടൈംസ് താഴേന്ന് മൈനസ് ചെയ്താൽ അവിടെ 0 ആവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? R3 ചേഞ്ചസ് R3 പ്ലസ് -2 ടൈംസ് അല്ലേ. -1ൻ്റെ 2 ടൈംസ് അല്ല, -1ൻ്റെ 2 ടൈംസ് ആഡ് ചെയ്യാണ്. അപ്പോൾ -2 ടൈംസ് R2 ആഡ് ചെയ്യുമ്പോൾ എന്തായിപ്പോവും? 0യുടെ -2 ടൈംസ് 0 തന്നെയാണ്. അപ്പോൾ 0 പ്ലസ് 0 ഈസ് അഗെയിൻ 0. -2ൻ്റെ -2 പ്ലസ് -1ൻ്റെ -2 ടൈംസ്, -2 പ്ലസ് -1 ഇൻറ്റു -2, ദാറ്റ് ഈസ് ഈക്വൽ ടു -2 പ്ലസ് 2 വിച്ച് ഈസ് ഈക്വൽ ടു 0. നെക്സ്റ്റ് വൺ ഈസ് -8 പ്ലസ്
-2 ടൈംസ് മുകളിലും -2 -2 ടൈംസ് -2 വിച്ച് ഇസ് -8 പ്ലസ് 4 എന്ന് വരും. ദാറ്റ് ഇസ് -4. അപ്പോൾ നമ്മുടെ പണി ഏതാണ്ട് കഴിഞ്ഞു. അപ്പോൾ അവിടെ കിട്ടിയാൽ അവിടെ നിങ്ങൾ കൂട്ടുപിടിച്ച കോഎഫിഷ്യൻ്റ് M32 ആയല്ലോ. ഇനി എന്തേ വേണ്ടുള്ളൂ? ഇതാണ് നിങ്ങളുടെ യു. ദിസ് ഈസ് യുവർ യു. ഇതാണ് നിങ്ങളുടെ യു. അപ്പോൾ യു കിട്ടി, അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് കിട്ടി. ഇനി എന്തേ വേണ്ടുള്ളൂ? ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് കാണാനുള്ള ഫോർമുല കയ്യിലുണ്ടല്ലോ. L is equal to 100 മൈനസ് M21 10 മൈനസ് M31 മൈനസ് M32 1. അപ്പോൾ 100 അതുപോലെ തന്നെ എഴുതി. M21 -2 ആയിരുന്നു, അപ്പോൾ മൈനസ് ഓഫ് -2 10 അങ്ങനെ തന്നെ. മൈനസ് M31 മൈനസ് ഓഫ് M31 എന്ന് പറയുന്നത് -3 ആയിരുന്നു, അപ്പോൾ മൈനസ് ഓഫ് -3 വിച്ച് അത് വന്നു. അതുപോലെ മൈനസ് M32 അത് മൈനസ് ഓഫ് -2 അതൊക്കെ കൂടെ കൊടുത്തപ്പോൾ 100 210 321 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എല്ലും യുവും കിട്ടി. ഇത്രയൊന്നും നിങ്ങൾ പറയണ്ട കേട്ടോ. അപ്പോൾ എല്ലും യുവും കിട്ടി. അപ്പോൾ നേരെ അങ്ങ് എടുത്ത് എഴുതിയാൽ മതി. അതിന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാനൊന്നും പോകണ്ട. A = L × U. Therefore the answer. അതാണ് LU ഫാക്ടറൈസേഷൻ. ഇതേ പ്രോബ്ലം ഒന്നുകൂടെ വേറൊരു എക്സാമ്പിളും കൂടെ നോക്കാം. LU ഡീകമ്പോസിഷൻ ചെയ്യുന്ന വേറൊരു എക്സാമ്പിളും കൂടെ. അപ്പോൾ 2 3 1 1 3 2 3 1 2 ആണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ തന്നിരിക്കുന്ന മെട്രിക്സിൻ്റെ ഇവിടെയും 0 ആക്കുക. 0 ആക്കുമ്പോൾ നമുക്ക് ഇവിടെ ഉപയോഗിക്കേണ്ടി വന്നത് -1/2 -3/2 ആണ്. അപ്പോൾ M21 -1/2 M31 -3/2. അത് കഴിഞ്ഞ് എന്താ ചെയ്യേണ്ടത്? താഴെ 0 ആക്കുക. ഇവിടെ 0 ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ച നമ്പർ 7 ആണ്. അപ്പോൾ M32 7 ആണ്. അപ്പോൾ ഈ അവസാനം കിട്ടിയ മെട്രിക്സ് നിങ്ങൾ ഈ ചെയ്ത് വെച്ചത് വെറുതെ ഒന്നും ആയില്ല. ദിസ് ഈസ് യുവർ യു. അപ്പോൾ നിങ്ങളുടെ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് കിട്ടി. ഇനി ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് കാണണമെങ്കിൽ ഫോർമുല ഏതാ? L is equal to 100 അതേപോലെ തന്നെ -M21 10 മൈനസ് M31 മൈനസ് M32 1 എന്നാണ്. അതത് സ്ഥാനത്ത് അതിൻ്റെ വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോൾ യു വിൽ ഗെറ്റ് ദ ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് ഓൾസോ. എന്നിട്ട് LU ഡീകമ്പോസിഷൻ ആണ്. എഴുതുമ്പോൾ മാറിപ്പോയത്. ആദ്യം L തന്നെ എഴുതണം, പിന്നെ U എഴുതണം. അത്രയേ ഉള്ളൂ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഒരു കാര്യം കഴിഞ്ഞു. ഇപ്പോൾ ചില സമയത്ത് നിങ്ങൾക്കിപ്പോൾ ഒരു സംശയം വന്നേക്കാം. ഇപ്പോൾ ഒരു M32 അല്ലെ M32 M23 അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ L എഴുതുമ്പോൾ വേണമല്ലോ. അത് ഏതെങ്കിലും 0 ആയിപ്പോയാൽ എന്ത് ചെയ്യും എന്നൊരു ഡൗട്ട് വന്നാൽ ഒന്നും പേടിക്കേണ്ട, 0 തന്നെ എഴുതുക. അതായത് ഇപ്പോൾ ഈ ഒരു മാട്രിക്സിൻ്റെ അകത്തൊക്കെ കണ്ടോ ഇവിടെ 0 ആണ്. അപ്പോൾ നമ്മളിനി എന്താ പറയുക, നമ്മളിപ്പം M31 എന്ന് പറയുന്ന ഒരു സാധനം വേണ്ടിയേ വരില്ല, ആ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരില്ല. ഓൾറെഡി 0 ആണ്, അതിനി നമ്മൾ മാറ്റേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ 0 ആണ്, അപ്പോൾ നമ്മൾ വെറുതെ ഒരു M32ൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇപ്പോൾ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇവിടെ 0 ആണ്, അപ്പോൾ M31ൻ്റെ ആവശ്യമില്ല. അപ്പോൾ M31 0 ആക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ നെഗറ്റീവ് ചോദിക്കുമ്പോൾ -0 എന്ന് വരും അല്ലേ. ആ മെട്രിക്സ് എഴുതുമ്പോൾ -0 വരും. അത് 0 തന്നെയാണ്. -0 എന്ന് പറയുന്നത് 0 തന്നെയാണ്. -0 നിങ്ങൾക്ക് -1 × 0 ആണെന്ന് വിചാരിക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 അഗെയിൻ. ഓക്കെ. അപ്പോൾ ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട രണ്ട് മെത്തേഡുകൾ.